ആധുനിക ജീവിതത്തിലെ മാനസിക സമ്മർദ്ദങ്ങൾക്കും ഒറ്റപ്പെടലിനും ആത്മീയവും സാമൂഹികവുമായ പിന്തുണ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ CBCI നാഷണൽ ഹെൽത്ത് കെയർ കമ്മീഷനും KCBC ഹെൽത്ത് കെയർ കമ്മീഷനും കാത്തലിക് മെന്റൽ ഹെൽത്ത് മിനിസ്ട്രിയും സംയുക്തമായി സംഘടിപ്പിച്ച മനസ്സിനൊരു കരുതൽ 2026 കേരള റീജിയണൽ കോൺഫറൻസ് സമാപിച്ചു. കൊച്ചി പാലാരിവട്ടം പാസ്റ്റൽ ഓറിയന്റേഷൻ സെന്ററിൽ മെയ് 8-9 തീയതികളിലായാണ് ദ്വിദിന സംഗമം നടന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകർ, മാനസികാരോഗ്യ വിദഗ്ധർ, വൈദികർ, സന്യാസിനികൾ ഉൾപ്പെടെ 150ഓളം പ്രതിനിധികൾ കോൺഫറൻസിൽ പങ്കെടുത്തു. മെയ് 8 നടന്ന ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങിൽ കണ്ണൂർ രൂപത മെത്രാനും KCBC ഹെൽത്ത് കമ്മീഷൻ ചെയർമാനുമായ റൈറ്റ് റവറന്റ് ഡോക്ടർ അലക്സ് വടക്കുംതല ഭദ്രദീപം തെളിയിച്ചു. മാനസികാരോഗ്യം സംരക്ഷിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇന്നർ പീസ് ഇൻ എ റെസ്റ്റ്ലെസ് വേൾഡ് എന്ന വിഷയത്തിൽ അദ്ദേഹം പ്രത്യേക പ്രഭാഷണവും നടത്തി. സ്നേഹമുള്ള വൈദികരെ, സിസ്റ്റേഴ്സ്, വാത്സല്യമുള്ള സഹോദരി സഹോദരന്മാരെ, ഞാൻ നീട്ടി പറയില്ല. അപ്പം നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയാം, ശാന്തമാകുകൻ മനമേ, അധികം നീട്ടില്ലെന്നുള്ളത്. It was Pope Leo XIV who recently said, health cannot be a luxury of a few, but healthcare must be most accessible to the most vulnerable. Healthcare must not be a luxury of a few, but it must be most accessible to the most vulnerable. യഥാർത്ഥത്തിൽ മാനസിക പ്രയാസങ്ങൾ, വെല്ലുവിളികൾ നേരിടുന്ന വ്യക്തികളാണ് മോസ്റ്റ് വൾണറബിൾ ഓഫ് അവർ സൊസൈറ്റി, ഇൻ അവർ ഫാമിലീസ്, ആൻഡ് ദേ നീഡ് accessible support, care, compassionate accompaniment. അതുകൊണ്ടാണ് ഈ യോഗത്തിന്, ഈ ഒരു സമ്മേളനത്തിന് കൂടുതൽ പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു കോൺഫറൻസ് കൂടുതൽ പ്രചോദനമാകട്ടെ, സഹകരിച്ച് പ്രവർത്തിക്കാനും അങ്ങനെ ഈ ഒരു മേഖല കൂടുതൽ സജീവതയോടുകൂടെ പൊതുസമൂഹത്തിന് പോലും മാതൃക നൽകുന്ന വിധത്തിൽ സഭ ഇതിൽ മുന്നേറാനും സാധിക്കട്ടെ. CBCI ഹെൽത്ത് കെയർ ഓഫീസ് നാഷണൽ സെക്രട്ടറി റവറന്റ് ഫാദർ സന്തോഷ് ഡയസ് അധ്യക്ഷത വഹിച്ചു. CMHM കേരള അസോസിയേറ്റ് ഡയറക്ടർ റവറന്റ് ഫാദർ സുബിൻ റാത്തപ്പിള്ളിൽ സ്വാഗതം ആശംസിച്ചു. മെയ് 9 വൈകുന്നേരം നടന്ന സമാപന സമ്മേളനത്തിൽ എറണാകുളം ജില്ലാ സോഷ്യൽ ജസ്റ്റിസ് ഓഫീസർ ജോൺ ജോഷി KJ, സേക്രഡ് ഹാർട്ട് പ്രൊവിൻഷ്യൽ റവറന്റ് ഫാദർ പൗലോസ് കിടങ്ങൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. 2 ദിവസങ്ങളിലായി നടന്ന പാനൽ ചർച്ചകളിൽ കാത്തലിക് മെന്റൽ ഹെൽത്ത് മിനിസ്ട്രിയുടെ പ്രസക്തി, മാനസികാരോഗ്യ ശുശ്രൂഷ രംഗത്തേക്ക് എങ്ങനെ കടന്നുവരാം, മേഖല തിരിച്ചുള്ള ഗ്രൂപ്പ് സംവാദങ്ങളും ഭാവി കർമ്മ പദ്ധതിയുടെ ആസൂത്രണവും എന്നീ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം മനുഷ്യനോടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്: നിന്റെ സഹോദരൻ എവിടെ? മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരമാണ്: ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ? ഞാനാണ് എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ എന്ന് പറയുന്ന ഒരേ ഒരു സർവീസാണ് ഹെൽത്ത് കെയർ സെക്ടർ, എസ്പെഷ്യലി ദ സൈക്കോളജി ആൻഡ് കൗൺസിലിംഗ് സെക്ടർ. പക്ഷേ ഡിജിറ്റൽ യുഗത്തിൻ്റെ ആവിർഭാവവും സോഷ്യൽ മീഡിയയുടെ ശക്തമായ വരവ് നിമിത്തം മനുഷ്യൻ സഹോദരനെയും മാതാപിതാക്കളെയും കാണാനും കേൾക്കാനുമുള്ള ശക്തി നഷ്ടപ്പെട്ടവരായിപ്പോയോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് സെൽഫി എടുത്ത് സ്വയം കാണാൻ ആഗ്രഹിക്കുന്നവരാണ് ഇന്ന് കൂടുതലും. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ചെവിയിൽ വെച്ചുകൊണ്ടാണ് അധികം സമയവും ഈവൻ റിലീജിയസ് സിസ്റ്റേഴ്സും ഫാദേഴ്സും പോലെ നടക്കുന്നത്. അപ്പം നമുക്ക് സഹോദരനെ കേൾക്കാൻ തടസ്സമാണത്. മിക്കപ്പോഴും ചൂവിങ് ഗം ചവച്ചുകൊണ്ട് നടക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ചവച്ചുകൊണ്ടിരിക്കും. സഹോദരനോട് സംവദിക്കാൻ അത് തടസ്സമാണ്. എന്നാൽ അതിലധികം സമയം മൊബൈൽ സ്ക്രീനിൽ കണ്ണു നട്ടിരുന്ന് അതിൻ്റെ വെളിച്ചം നമ്മുടെ ബ്രെയിനിലുള്ള പിനിയൽ ഗ്രന്ഥിയിൽ നിന്നുള്ള മെലറ്റോണിൻ സെക്രീഷൻ കുറയ്ക്കുന്നത് കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ട്
പെട്ടെന്ന് അൽസീമേഴ്സ് പിടിപെട്ട് സഹോദരനെ മറന്നു പോകുന്ന ഒരു സമൂഹമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായി മാനസികാരോഗ്യ ബോധവൽക്കരണ കൈപ്പുസ്തകവും സിസ്റ്റർ ജിലു തയ്യാറാക്കിയ മെന്റൽ ഹെൽത്ത് മിനിസ്ട്രി കലണ്ടറും പ്രകാശനം ചെയ്തു. സിസ്റ്റർ ധന്യ CMC സ്വാഗതവും ആന്റണി അലക്സ് ഏലിയാസ് നന്ദിയും രേഖപ്പെടുത്തി. ആധുനിക ജീവിതത്തിലെ മാനസിക സമ്മർദ്ദങ്ങൾക്കും ഒറ്റപ്പെടലിനും സഭയുടെ ഭാഗത്തുനിന്നും ആത്മീയവും സാമൂഹികവുമായ പിന്തുണ ഉറപ്പാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഈ കോൺഫറൻസ് സമാപിച്ചത്. അപ്പോൾ നമ്മൾ ഈ സ്റ്റിഗ്മയെ കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് എല്ലാവരും പറഞ്ഞ കാര്യത്തിന് ഒന്ന് ചുരുക്കി പറയാം. പ്രത്യേകിച്ച് ലാസ്റ്റ് ലെനിനച്ചൻ പറഞ്ഞൊരു കാര്യമുണ്ട്. സ്റ്റിഗ്മ വ്യക്തിപരമാവാം. വ്യക്തിക്ക് തോന്നുന്ന ഒരു സ്റ്റിഗ്മയുണ്ട്. എനിക്ക് തോന്നും ശരിയല്ല, എനിക്ക് പ്രശ്നമുണ്ട്. 2, നമുക്ക് പെർസീവ്ഡ് സ്റ്റിഗ്മ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതെൻ്റെ ഒരു തോന്നലായിരിക്കാം, എൻ്റെ ഒരു പെർസെപ്ഷനായിരിക്കാം. 3, സ്ട്രക്ചറൽ സ്റ്റിഗ്മയുണ്ട്. അതിനെക്കുറിച്ചാണ് ലെനിനച്ചൻ പറഞ്ഞത്. അധ്യാപകന് ഭ്രാന്ത് പിടിക്കുമോ? സൈക്കാട്രിസ്റ്റിന് ഭ്രാന്ത് വരുമോ? പോലീസിന് ഭ്രാന്ത് വരുമോ? വരാം. ഇന്നവർക്ക് മാത്രമേ വരൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണ വേണ്ട. ആ ഒരു ബേസിക് പ്രമിസിൻ്റെ ചിന്ത മാറിയാൽ, നേരത്തെ അച്ഛൻ പറഞ്ഞു നിർത്തിയെടുത്ത് എല്ലാവരെയും ചിരിക്കുന്ന മുഖത്തോടു കൂടി കാണാൻ പറ്റും. ഒരുത്തൻ വന്ന് എനിക്ക് സുഖമില്ല ഇന്നതാണെന്ന് പറഞ്ഞ് എന്താ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ മാറും. അപ്പോൾ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഏത് തരത്തിലുള്ളത്, ഇനി പെർസീവ്ഡ് സ്റ്റിഗ്മ ആണെങ്കിൽ ഡോക്ടറെ പോയി കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഇനി ഇതിനകത്ത് നേരത്തെ സാറ് പറഞ്ഞ് നിർത്തിയെടുത്ത് വേറൊരു സാധനമുണ്ട്, ഒരു ഡയഗ്നോസ്റ്റിക് ഷാഡോയിങ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് ഒരു മെൻ്റൽ ഹെൽത്ത് ഹോസ്പിറ്റലിൽ പോകുന്ന എല്ലാവർക്കും ഭ്രാന്താണെന്നാണ് നമ്മുടെ വിചാരം, ഇല്ലേ? എന്തിനാ ഒരുത്തൻ മെൻ്റൽ ഹെൽത്ത് ഹോസ്പിറ്റലിൽ പോകണേ? അയാൾക്ക് ബൈസ്റ്റാൻഡർ ആയിക്കൂടി, ഡോക്ടറുടെ സുഹൃത്തായിക്കൂടി, അല്ലെങ്കിൽ അവിടെയുള്ള നേഴ്സായിക്കൂടി ജോലിക്ക് പോണേ. പക്ഷെ അവിടെ ഒരു ഷാഡോയിങ് ഉണ്ട്, ഒരു ഡയഗ്നോസ്റ്റിക് ഷാഡോയിങ്. പോകുന്ന എല്ലാവർക്കും ജനറലി നമ്മളൊരു ടെർമിനോളജിയുടെ അടിയിലേക്ക് കൊണ്ടുവരും. അത് വലിയൊരു ചലഞ്ചാണ്, അത് മാറണം. 2, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എപ്പോഴാണ്, ഞാൻ ഈ ഹോസ്പിറ്റലുകളിൽ ഒരുപാട് ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കുക. ഏറ്റവും മോശം, നിങ്ങൾ ലുലുവിൽ പോകുന്ന എപ്പോഴാണ്? നിങ്ങൾ പോവില്ലായിരിക്കും, സിസ്റ്റേഴ്സാണ് കൂടുതൽ. നമ്മളെപ്പോഴാണ് ലുലുവിൽ പോണേ? ലൈഫിൽ ഒരുപാട് കാശൊക്കെ കയ്യിൽ വന്ന് ഒന്ന് ഉല്ലസിക്കണം. ഹോസ്പിറ്റലിൽ പോണതോ ഏറ്റവും നല്ല സമയത്താണോ? ഇല്ല. ഇനി മെൻ്റൽ ഹെൽത്ത് ഹോസ്പിറ്റലിൽ പോണത് എപ്പോഴാണ്? ഏറ്റവും വേഴ്സ് ആവുമ്പോഴാണ്. ഞാൻ വർഷങ്ങളായിട്ട് എൻ്റെ സിംറ്റവുമായിട്ട് ഫൈറ്റ് ചെയ്ത് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല, എൻ്റെ അടുത്തിരിക്കുന്നവരും നാട്ടുകാരും അറിഞ്ഞു തുടങ്ങിയെന്ന് അറിയുമ്പോഴാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത്. അവിടെ എത്തിക്കഴിയുമ്പോൾ നിങ്ങളുടെ റിക്കവറി സ്റ്റാർട്ട് ചെയ്തു, നമ്മുടെ റിക്കവറി സ്റ്റാർട്ട് ചെയ്തു. അവിടെ ഐ എം കോൺഫ്ലിക്റ്റിംഗ് വിത്ത് മൈ സിംറ്റംസ്, ഐ എം ഫൈറ്റിംഗ് വിത്ത് മൈ സിംറ്റം. അപ്പോൾ ഡോക്ടർ കുറച്ച് മെഡിസിനൊക്കെ തന്ന് 2ാമത്തെ സ്റ്റേജിലേക്ക് ഞാൻ കയറും. ലിവിങ് വിത്ത് സിംറ്റം, ഐ എം സ്റ്റാർട്ടിങ് മാനേജിങ് മൈ സിംറ്റം. ഇനി അടുത്ത് വരുന്ന ഫേസ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്, ദാറ്റ് ഈസ് ലിവിങ് ബിയോണ്ട് സിംറ്റംസ്.